വിൻഷേട്ടൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ ഉണ്ണിയുടെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്നലെ. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞങ്ങളിത് വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വേഗത ഉണ്ണിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നോക്കണത്. ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിൽ കയറുകയാണെങ്കിലും കേട്ടോ, തേജപ്പനായിക്കോട്ടെ ഉണ്ണികൾക്ക് ആയിക്കോട്ടെ എടുക്കാൻ കയറുമ്പോഴും എൻ്റെ കണ്ണ് ആദ്യം പോവുക പെൺകുട്ടികളുടെ ഡ്രസ്സിലേക്ക് ആവും കേട്ടോ. കാരണം അവരുടെ ഡ്രസ്സ് തന്നെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ഇവർക്കിപ്പോൾ പ്രത്യേകിച്ച് എന്താണത് ട്രൗസറും ബനീനും അങ്ങനെയുള്ള കുറച്ച് മോഡൽസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ തേജപ്പന് ഞാനിത് ഈ ഒരു കളർ അവന് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവന് സെറ്റ് ആവുമോ എന്നൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഒരെണ്ണം ഇട്ട് നോക്കി പിന്നെ അവൻ ഒരു വിധമൊക്കെ ഇട്ട് നോക്കണം അവിടെ നിന്നിട്ട്. ഒരു 2-3 എണ്ണം ഇട്ട് നോക്കിയിട്ട് അവൻ്റെ സൈസിനനുസരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ എനിക്ക് ഇഷ്ടമായില്ല ആ ഒരു കളർ തന്നെയായിട്ട് എടുത്തത് അവന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടൻ എന്തൊരു ടീഷർട്ടും കൂടി ഇട്ടോക്കുന്നുണ്ട്. പിന്നെ തേജപ്പം വേഗം പോയിട്ട് അവൻ ഇങ്ങനത്തെ ഡെമ്മിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാ ഡെമ്മിക്കും പോയിട്ട് ഇങ്ങനെ കൈ കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതേ ഉണ്ണിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു, തേജുവിനുള്ളത് കൊടുത്തിട്ട് നേരെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. വീട്ടിൽ പോയപ്പോൾ അവർ നമ്മൾ വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാൾക്കും ഇതേ ഫുഡ് കൊടുക്കണ നേരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വാശി പിടിച്ചിരിക്കണ നേരാ തോന്നുന്നു. ചെറുതിൻ്റെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കലിപ്പ് നോട്ടാട്ട വിൻഷേട്ടനെ നോക്കിയായിരുന്നു. മിഠായി കൊടുക്കുമ്പോഴൊന്നും അങ്ങോട്ട് മെരുങ്ങി വന്നിടുന്നില്ല. തേജപ്പ അതേ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അവനൊരു മൈൻഡും ഇല്ല. ലാസ്റ്റ് ഇത് മിഠായി കൊടുത്തിട്ട് മാള് മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരുടെ ബർത്ത്ഡേ എന്ത് ബർത്ത്ഡേ വെച്ചിട്ട് ഇരിക്കണത്. പിന്നെ ഇത് ഞങ്ങൾ വേഗം ചായ കുടിച്ചു, നുറുക്കൊക്കെ കൊടുന്നു തന്നിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോഴാണ് വിൻഷേട്ടൻ പറഞ്ഞത് ആറങ്ങോട്ടൊരു പുതിയ ഷോപ്പ് എന്തോ തുടങ്ങിയിട്ടുണ്ട്. അവിൽ മിൽക്കും ഷേക്കും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉള്ളത്. അപ്പം ഞങ്ങളൊന്ന് വെറുതെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ആ വഴി പോയിട്ട് ഒരു അവിൽ മിൽക്കാ തോന്നുന്നു. അവിൽ മിൽക്ക് ഞങ്ങൾ പറഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇരുന്ന് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം അവിൽ മിൽക്ക് കഴിക്കണത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ആദ്യമായിട്ട് വിൻഷേട്ടൻ വാങ്ങി തന്നിട്ട് അവിടെ തൊട്ട് ഇതുവരെ എനിക്ക് അതിനോടൊരു വെറുപ്പ് തോന്നിയിട്ടില്ല കേട്ടോ. എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. എന്തൊക്കെ എവിടെ ചെന്ന് ചോദിച്ചാലും ഞാൻ ലാസ്റ്റ് അവൾക്ക് എത്താ അവിൽ മിൽക്ക് ഉണ്ടാവുമോ എന്നിട്ട് ചോദിക്കുക. അത് കഴിച്ച് എൻ്റെ വയറ് ഫുള്ളാവും. ഈ രണ്ടെണ്ണം എന്താ പറയണെന്ന് വെച്ചാൽ തേജു എന്തായാലും ഫുള്ള് കഴിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും. ഒരു 2-3 സ്പൂൺ കഴിച്ച് അവന് വേഗം മട്ടു. അപ്പോൾ അവൻ കഴിക്കില്ല. അപ്പോൾ ബാക്കി പിന്നെ ഞങ്ങൾ തന്നെ കഴിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ എവിടെ പോയാലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 2 പറയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.